പുലർച്ചെ മഞ്ഞ് പുതച്ചുറങ്ങുന്ന ജഡായി പാറയുടെ താഴ്വാരങ്ങൾ, പാറക്കെട്ടുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഭീമാകാരനായ പക്ഷിശില്പം, രാമായണത്തിലെ വീരനായ ജഡായു, സീതയെ രക്ഷിക്കാൻ രാവണനോട് ഏറ്റുമുട്ടി ചിറകേറ്റ് വീണ പുണ്യഭൂമി. ആ വലിയ ശില്പത്തിന്റെ നിഴലിൽ 13 വയസ്സുകാരനായ ലിയോ നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ ജഡായുവിന്റെ ശില്പത്തിൽ തന്നെയായിരുന്നു. ആ കണ്ണുകളിൽ സാധാരണ കുട്ടികളിൽ കാണാത്തൊരു തിളക്കമുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് പോലെ. അവന്റെ മുത്തശ്ശി വിറയ്ക്കുന്ന കൈകളോടെ ലിയോയുടെ നെറ്റിയിൽ ചുവന്ന കുറി തൊട്ടു. ഈ മണ്ണിൽ വീണത് വെറുതൊരു പക്ഷിയല്ല ലിയോ, അത് ധർമ്മത്തിനു വേണ്ടി ചിറകറ്റ വീരനാണ്. നിന്റെ വിധിയും പോരാട്ടമാണ്. ഈ ചരട് ഇത് വെറുമൊരു നൂലല്ല. നാളെ മറ്റൊരു ലോകത്തിൽ ജഡായുവിനെ പോലെ നിനക്കും ചിലപ്പോൾ സ്വയം ത്യാഗം ചെയ്യേണ്ടി വരും. മുത്തശ്ശി ലിയോയുടെ വലതു കൈയിൽ ഒരു ചുവന്ന ചരട് കെട്ടിക്കൊടുത്തു. ആ ചരടിൽ തൂങ്ങിക്കിടന്നത് ഒരു ചെറിയ ലോഹസിംഹത്തിന്റെ രൂപമായിരുന്നു. ലിയോ ആ ലോഹരൂപത്തിൽ തൊട്ടപ്പോൾ ഒരു നിമിഷം അത് ചുവന്ന നിറത്തിൽ ഒന്ന് മിന്നി. ആ നിമിഷം ജഡായുവിന്റെ ശില്പത്തിന്റെ കണ്ണുകളിലും അതേ ചുവന്ന വെളിച്ചം പ്രതിഫലിച്ചതുപോലെ തോന്നി. ഇത് ചൂടാകുന്ന അമ്മേ, എനിക്ക് പേടിയാവുന്നു. അത് നിന്റെ രക്തത്തിന്റെ ചൂടാണ് മോനെ. നീ നടന്നു തീർക്കേണ്ട വഴികളിൽ, നീ എടുക്കേണ്ട വേഷങ്ങളിൽ ഈ ചുവപ്പ് നിന്നെ തുണയ്ക്കും. ഓർക്കുക, വീഴുന്നത് തോൽക്കാനല്ല, ജഡായുവിനെ പോലെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനാണ്. ലിയോ ആ വാക്കുകൾ കേട്ട് തലയാട്ടി. പക്ഷേ അവന്റെ മനസ്സ് അപ്പോൾ മറ്റൊരു ലോകത്തായിരുന്നു. ആ ചുവന്ന ചരടിലെ സിംഹരൂപം അവന്റെ ഉള്ളിൽ ഒരു പുതിയ വികാരമുണർത്തി. വർഷങ്ങൾക്ക് ശേഷം സൈഫർ ഗ്രഹത്തിൽ റെഡ് കിങ് എന്ന പേരിൽ അവൻ അറിയപ്പെടുമ്പോൾ അവന്റെ വിരലുകൾ അപ്പോഴും തിരയുന്നത് ആ പഴയ ചുവന്ന ചരടിന്റെ ഓർമ്മയായിരിക്കും. ജഡായുവിന്റെ ത്യാഗം പോലെ അവനും എന്തൊക്കെയോ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് ആ നിമിഷം അവൻ അറിയില്ലായിരുന്നു. എന്തായിരിക്കും ആ ചുവന്ന ചരടിന്റെ രഹസ്യം? മുത്തശ്ശി നൽകിയ ആ മുന്നറിയിപ്പ് ലിയോയുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കും? വർഷങ്ങൾ കഴിഞ്ഞു. ഭൂമിയിലെ വാസം അവസാനിപ്പിച്ച ലിയോ ദൂരെയുള്ള സൈഫർ എന്ന ഗ്രഹത്തിലെത്തി. അവിടുത്തെ ജഡായു സൈനിക പരിശീലന കേന്ദ്രത്തിന്റെ വിശാലമായ ആർച്ചറി ഗ്രൗണ്ട്. ദൂരെ ലക്ഷ്യബോധത്തിൽ തറച്ച അമ്പുകൾ, കാറ്റിന്റെ ഗതിക്ക് പോലും മാറ്റം വരുത്താൻ കഴിയാത്തത്ര നിശ്ചലമായ അന്തരീക്ഷം. തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ലീഡറെ തെരഞ്ഞെടുക്കാനുള്ള അവസാന ഘട്ട മത്സരത്തിലായിരുന്നു ലിയോയും കൂട്ടുകാരും. എല്ലാവരുടെയും കണ്ണുകൾ യോഹനിലും ലിയോയിലുമായിരുന്നു. അതുവരെ നടന്ന എല്ലാ റൗണ്ടുകളിലും ഒപ്പത്തിനൊപ്പം നിന്നവർ. അവസാന റൗണ്ടിൽ 3 അമ്പുകളാണ് ലക്ഷ്യത്തിൽ കൊള്ളിക്കേണ്ടത്. ആദ്യം അവസരം കിട്ടിയത് യോഹനായിരുന്നു. അവൻ ശ്വാസം അടക്കി പിടിച്ച് വില്ല് കുലച്ചു. ആദ്യത്തെ അമ്പ് കാറ്റിനെ കീറി മുറിച്ച് ലക്ഷ്യത്തിന്റെ ഹൃദയഭാഗത്ത് തറഞ്ഞു. രണ്ടാമത്തേതും മൂന്നാമത്തേതും അതേ സ്ഥാനത്ത് തന്നെ ഒരു മാറ്റവുമില്ലാതെ പതിച്ചു. അവിടെ കൂടി നിന്നവരെല്ലാം ആർപ്പുവിളികളോടെ യോഹനെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് ലിയോയുടെ ഊഴമായിരുന്നു. അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി അവൻ വില്ലെടുത്തു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം യോഹനെ നോക്കി. യോഹന്റെ മുഖത്ത് വിജയ പ്രതീക്ഷയും നേരിയ അഹങ്കാരവും നീളിക്കുന്നുണ്ടായിരുന്നു. ലിയോ മെല്ലെ വില്ലുകുലച്ചു. ആദ്യത്തെ അമ്പ് യോഹനെ ഇത് അതേ സ്ഥാനത്തേക്ക് പാഞ്ഞു. കൃത്യമായി ലക്ഷ്യത്തിൽ തറച്ചു. രണ്ടാമത്തെ അമ്പും അതേ വേഗതയിൽ ലക്ഷ്യത്തിലെത്തി. ഇപ്പോൾ യോഹന്റെ മുഖത്ത് അഹങ്കാരം ഒരു തരം ഭയത്തിന് വഴിമാറി. ലിയോയുടെ ഒരു പുരികം ചെറുതായി ഉയർന്നപ്പോൾ യോഹന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവസാനത്തെ അമ്പെയ്യാനായി ലിയോ വില്ലുയർത്തി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. വിജയം ആർക്കാണെന്ന് അറിയാനുള്ള ആകാംക്ഷ. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലിയോയുടെ അവസാനത്തെ അമ്പ് ലക്ഷ്യം തെറ്റി പുറത്തേക്ക് പോയി. ഒരു നിമിഷം അവിടെയെല്ലാം നിശബ്ദത തളഞ്ഞെത്തി. തൊട്ടു പിന്നാലെ യോഹന് വേണ്ടിയുള്ള ആർപ്പുവിളികൾ ഉയർന്നു. അവനെ കൂട്ടുകാർ എടുത്തുയർത്തി. ലിയോയുടെ മനഃപൂർവ്വമുള്ള തോൽവിയിൽ യോഹൻ അവരുടെ പുതിയ ഗ്രൂപ്പ് ലീഡറായി മാറി. ലിയോ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവന്റെ മുഖത്ത് തോറ്റതിന്റെ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു സാധാരണക്കാരനായി സൈഫറിൽ ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ തോൽവി അവൻ മനഃപൂർവ്വം ഏറ്റുവാങ്ങിയതായിരുന്നു. നീ നല്ലൊരു പോരാളി തന്നെയാണ് ലിയോ, പക്ഷെ നിർഭാഗ്യം നിന്റെ കൂടെയായിപ്പോയി. അടുത്ത തവണയെങ്കിലും കുറച്ചുകൂടി നന്നായി പരിശ്രമിക്കണം. അല്ലെങ്കിൽ ഈ ജഡായി മിലിറ്ററി ട്രെയിനിങ് സെന്ററിൽ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയില്ല. വിജയികൾക്ക് എന്തും പറയാം യോഹൻ. നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. നീ തന്നെയാണ് നമ്മുടെ ലീഡറാകാൻ യോഗ്യൻ. എന്റെ എല്ലാ പിന്തുണയും നിനക്കുണ്ടാകും. ലിയോയുടെ മറുപടി യോഹനിൽ കൂടുതൽ അഹങ്കാരം നിറച്ചു. അവൻ വിജയഭാവത്തോടെ ലിയോയെ കടന്നുപോയി. ലിയോയുടെ കണ്ണുകളിൽ ഒരു നിഗൂഢമായ തിളക്കം മിന്നിമറിഞ്ഞു. അവന്റെ യഥാർത്ഥ കഴിവുകൾ ലോകം അറിയുന്ന ദിവസം അധികം വൈകില്ലെന്ന് കാലം അടയാളപ്പെടുത്തി. എന്തിനായിരിക്കും ലിയോ മനഃപൂർവ്വം തോറ്റുകൊടുത്തത്? യോഹനോടുള്ള ലിയോയുടെ ബഹുമാനം അഭിനയമാണോ? അവന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? അടുത്ത ദിവസം ലിയോ റൈഡൻ നഗരത്തിലെ പ്രപഞ്ച യോദ്ധാവ് മത്സരത്തിന്റെ വേദിയിലേക്ക് യാത്രയായി. കഴിഞ്ഞ വർഷം നടന്ന മത്സരത്തിൽ വിജയിച്ചതിനുള്ള സമ്മാനം കൈപ്പറ്റാനായിരുന്നു ആ യാത്ര. വിശാലമായ ആ ഹാളിനകത്ത് പലതരം പുരാതനമായ ആയുധങ്ങളും ശക്തികളും പ്രദർശിപ്പിച്ചിരുന്നു. ഓരോന്നിനും അതിന്റേതായ പ്രത്യേകതകളും കഴിവുകളുമുണ്ട്. മത്സരത്തിലെ വിജയിക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാം. ലിയോയുടെ കണ്ണുകൾ ആ മുറി മുഴുവൻ പരതി നടന്നു. അവന്റെ നോട്ടം ചെന്ന് അവസാനിച്ചത് ഒരു ചെറിയ പെട്ടിയിലായിരുന്നു. ചുവന്ന നിറത്തിലുള്ള ആ പെട്ടിക്ക് മുകളിൽ സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ദൈവിക രാജാവിന്റെ വിശുദ്ധാത്മശക്തി. അത് തുറന്നാൽ ലഭിക്കുന്ന കഴിവ് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അതിനെ തിരഞ്ഞെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ലിയോയുടെ മനസ്സ് എന്തുകൊണ്ടോ അതിൽ ഉറച്ചുപോയിരുന്നു. അവൻ മറ്റൊന്നും ആലോചിക്കാതെ ആ പെട്ടി തിരഞ്ഞെടുത്തു. മോനെ, ഉറപ്പാണോ ഇത് തന്നെ മതിയെന്ന്? ഇന്ന് വരെ ആരും ഇത് തിരഞ്ഞെടുത്തിട്ടില്ല. ഇതിനകത്ത് എന്താണെന്നോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നോ ആർക്കും അറിയില്ല. വേണമെങ്കിൽ മോൻ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കാം. എനിക്കിത് തന്നെ മതി സാർ. ചിലപ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശക്തി ഇതായിരിക്കാം. റിസ്ക് എടുക്കുന്നതിലാണ് എനിക്ക് എപ്പോഴും താല്പര്യം. ഇതിനകത്ത് എന്ത് തന്നെ ആയാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ലിയോയുടെ ഉറച്ച മറുപടി കേട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥൻ കൂടുതൽ
കൂടുതലൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ പെട്ടി ലിയോയ്ക്ക് കൈമാറി. അതുമായി ലിയോ തന്റെ മുറിയിലേക്ക് തിരിച്ചു. അവൻ മുറിയിലെത്തിയ ഉടനെ ആകാംക്ഷയോടെ ആ പെട്ടി തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം മുറിയിലാകെ നിറഞ്ഞു. ആ പ്രകാശം മെല്ലെ ലിയോയുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു നിമിഷം അവന്റെ ശരീരം മുഴുവൻ വിറച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു. അവന്റെ ശരീരത്തിൽ പുതിയൊരു ഊർജം വന്ന് നിറയുന്നത് അവൻ അറിഞ്ഞു. അതൊരു രൂപാന്തരത്തിനുള്ള കഴിവായിരുന്നു. തനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു രഹസ്യശക്തി. ലിയോ ആ വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചു. എന്തായിരിക്കും ആ ചുവന്ന പെട്ടിയിലെ യഥാർത്ഥ ശക്തി? ലിയോയ്ക്ക് ലഭിച്ച രൂപാന്തരത്തിനുള്ള കഴിവ് എങ്ങനെയുള്ളതായിരിക്കും? ഈ പുതിയ ശക്തി അവന്റെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കും? ലിയോ തന്റെ മുറിയിലേക്ക് തിരികെ എത്തിയപ്പോൾ കൂട്ടുകാർ ആവേശത്തോടെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നത് കണ്ടു. അവരെല്ലാം ദൈവത്തിന്റെ കൈ എന്ന ഓൺലൈൻ ഗെയിം കളിക്കുന്ന തിരക്കിലായിരുന്നു. കനകനായിരുന്നു കൂട്ടത്തിൽ കേമൻ. അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ലിയോ വന്നത് കണ്ടപ്പോൾ കനകൻ അവനെ കളിക്കാൻ ക്ഷണിച്ചു. ലിയോ ചിരിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു. അവൻ കളിക്കാനായി തിരഞ്ഞെടുത്ത യൂസറിനെ വളരെ പ്രകോപനപരമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ കനകന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവർ കളി ആരംഭിച്ചു. കനകൻ തന്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് കളിച്ചു. എന്നാൽ ലിയോയുടെ മുന്നിൽ അതൊന്നും വില പോയില്ല. വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ ലിയോ കനകനെ പരാജയപ്പെടുത്തി. കളി കഴിഞ്ഞപ്പോൾ കനകനും മറ്റു കൂട്ടുകാരും ഞെട്ടലോടെ ലിയോയെ നോക്കി. ഇത് അസാധ്യമാണ്. നിനക്ക് എങ്ങനെ എന്നെ ഇത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു? ഞാൻ ഈ കളിയിൽ ഒരു പ്രൊഫഷണൽ കളിക്കാരനാണ്. നീ ആരാ? നീ ഇതെങ്ങനെ ഇത്ര നന്നായി കളിക്കുന്നു? ഇതൊരു ഗെയിം അല്ലേ കനക? ഇതിൽ ഇത്ര കാര്യമാക്കാനുണ്ടോ? ചിലപ്പോ ഭാഗ്യം എന്റെ കൂടെ ആയിരിക്കാം. നീ വിഷമിക്കാതെ അടുത്ത കളിക്ക് തയ്യാറെടുക്കാൻ. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ലിയോയുടെ മറുപടി അവർക്ക് ആശ്വാസം നൽകിയില്ല. അവരുടെ മനസ്സിൽ ലിയോയെ കുറിച്ച് സംശയങ്ങൾ ഉടലെടുത്തു. അതുവരെ കണ്ട ലിയോ ആയിരുന്നില്ല ഇപ്പോൾ അവരുടെ മുന്നിൽ. അവന്റെ ലാഘവത്തോടെയുള്ള സംസാരവും നിഗൂഢമായ ചിരിയും അവരിൽ ഭയം നിറച്ചു. ലിയോ തന്റെ കസേരയിൽ ചാരിയിരുന്ന് അടുത്ത മത്സരത്തിനായി കാത്തിരുന്നു. അവന്റെ കണ്ണുകൾ സ്ക്രീനിൽ തന്നെയായിരുന്നു. ലിയോ തിരഞ്ഞെടുത്ത പ്രകോപനപരമായ യൂസർ നെയിം എന്തായിരിക്കും? ഗെയിമിലെ ലിയോയുടെ കഴിവ് അവന്റെ പുതിയ ശക്തിയുടെ ഭാഗമാണോ? കൂട്ടുകാർ ലിയോയുടെ ഈ മാറ്റത്തെ എങ്ങനെ നേരിടും? കളി വീണ്ടും തുടങ്ങി. ഇത്തവണ അവർ VR ഉപയോഗിച്ചുകൊണ്ടാണ് കളിച്ചത്. എല്ലാവരും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ട പ്രതീതി ഉണ്ടായി. ആ സ്ഥലം ചുട്ടുപൊള്ളുന്ന ചെകുത്താന്റെ മരുഭൂമിയായിരുന്നു. അവിടെ ലിയോ രാജകീയ വേഷത്തിൽ നിൽക്കുന്നു. അവന്റെ പേര് ഇപ്പോൾ റെഡ് കിങ് ആണ്. ചുവന്നുടയാടകളും സ്വർണ്ണ കിരീടവും അവനെ ഒരു യഥാർത്ഥ രാജാവാക്കി മാറ്റിയിരുന്നു. അവന്റെ ചുറ്റും ഭീകര രൂപികളായ കുറുക്കന്മാരുടെ ഒരു സൈന്യം തന്നെയുണ്ട്. അവയുടെ കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിക്കുന്നു. അവയുടെ വായിൽ നിന്ന് ഭൂമിനീർ നിലത്തേക്ക് ഒലിച്ചിറങ്ങുന്നു. ലിയോയുടെ ടീം അംഗങ്ങൾ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. എന്നാൽ ലിയോയുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലുമില്ല. അവൻ തന്റെ വാൾ പുറയിൽ നിന്ന് എടുത്തു. ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ ആ ഭീകര ജീവികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി. അവന്റെ ചലനങ്ങൾ മനോഹരവും അതേസമയം മരണതുല്യവുമായിരുന്നു. അവന്റെ വാൾ മിന്നൽ പിണർ പോലെ ചലിച്ചു. കുറുക്കന്മാരുടെ തലകൾ ഒന്നൊന്നായി നിലത്തു വീണു. അക്കാദമിയിലെ ശാന്തനായ ലിയോ ആയിരുന്നില്ല അത്. തന്റെ ടീമിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു യോദ്ധാവായിരുന്നു അവൻ. റെഡ് കിങ് സൂക്ഷിക്കണം, അവയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓർക്കുക, മരണം മുന്നിൽ വന്നാലും നമ്മൾ പോരാടണം. അതാണ് യോദ്ധാക്കളുടെ നിയമം. ലിയോയുടെ വാക്കുകൾ അവർക്ക് ധൈര്യം നൽകി. അവർ പുതിയ ആവേശത്തോടെ പോരാടാൻ തുടങ്ങി. ലിയോ ഒരു സംഹാര താണ്ഡവമാടുകയായിരുന്നു. ചെകുത്താന്റെ മരുഭൂമി ചോരക്കളമായി മാറി. അവന്റെ ഓരോ വെട്ടിലും ശത്രുക്കൾ ചിതറിത്തെറിച്ചു. അവന്റെ കണ്ണുകളിലെ അഗ്നി ആ മരുഭൂമിയേക്കാൾ ചൂടുള്ളതായിരുന്നു. എങ്ങനെയാണ് ലിയോ റെഡ് കിങ് ആയി മാറിയത്? ചെകുത്താന്റെ മരുഭൂമി ഒരു യാഥാർത്ഥ്യമാണോ അതോ മറ്റൊരു ഗെയിമാണോ? ഈ ഭീകര ജീവികളെ പരാജയപ്പെടുത്തി അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? കളി കഴിഞ്ഞതും എല്ലാവരും തിരികെ ലിയോയുടെ മുറിയിലേക്ക് വന്നു. അപ്പോൾ ലിയോ കസേരയിൽ ശാന്തനായിരിക്കുന്നു. ചെകുത്താന്റെ മരുഭൂമിയിലെ ആ മരണക്കളിയുടെ യാതൊരു ലക്ഷണവും അവന്റെ മുഖത്തില്ല. അവന്റെ കൂട്ടുകാർ ഇപ്പോഴും ദൈവത്തിന്റെ കൈ എന്ന ഗെയിമിൽ അവൻ കനകനെ തോൽപ്പിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ലോകം ആ ചെറിയ മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു. എന്നാൽ ലിയോയുടെ ലോകം അതിലും വലുതായിരുന്നു. അവൻ വീണ്ടും ഗെയിമിലേക്ക് ലോഗിൻ ചെയ്തു. അപ്പോൾ സ്ക്രീനിൽ ഒരു പുതിയ ചലഞ്ച് പ്രത്യക്ഷപ്പെട്ടു. ഗെയിമിൽ 1ാം റാങ്കുകാരനായ ഒരു കളിക്കാരനായിരുന്നു അത്. അവന്റെ യൂസർ നെയിം ലിയോയിൽ കൗതുകമുണർത്തി. URGF നീരാലി. അതേസമയം അടുത്തുള്ള ഒരു സ്ക്രീനിൽ നീരാലി എന്ന പെൺകുട്ടിയുടെ ചിത്രം മിന്നിമറിഞ്ഞു. ലിയോയുടെ കണ്ണുകൾ ആ ചിത്രത്തിൽ ഒരു നിമിഷം നിശ്ചലമായി. ലിയോ, നീ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നിന്റെ കളി കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇത് എവിടെന്നാ പഠിച്ചത്? ഞങ്ങളെ കൂടി പഠിപ്പിക്കാമോ? അതൊക്കെയുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട ചാലഞ്ച് വന്നിട്ടുണ്ട്. ഈ കളി എനിക്ക് ജയിച്ചേ മതിയാവും. നിങ്ങൾ കുറച്ചുനേരം ശബ്ദം ഉണ്ടാക്കാതിരിക്കാമോ? ലിയോയുടെ ശ്രദ്ധ മുഴുവൻ ആ പുതിയ ചലഞ്ചിലായിരുന്നു. അവന്റെ മുഖത്ത് ആദ്യമായി ഒരു ഗൗരവഭാവം നിറഞ്ഞു. നീരാലി എന്ന പേരും അവളുടെ ചിത്രവും അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾക്ക് തുടക്കമിട്ടു. അതൊരു സാധാരണ ഗെയിം ചലഞ്ച് ആയിരുന്നില്ലെന്ന് അവന്റെ ഉൾമനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഒരു പുതിയ രഹസ്യത്തിന്റെ ചുരുളഴിയാൻ പോവുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആരാണ് നീരാലി? URGF നീരാലി എന്ന യൂസർ നെയിമുള്ള പ്ലെയറിന് ലിയോയുമായി എന്ത് ബന്ധം? പുതിയ ചലഞ്ച് ലിയോയുടെ ജീവിതത്തിലെ ഏത് രഹസ്യമാണ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്? വർഷങ്ങൾക്ക് ശേഷം സൈഫർ ഗ്രഹത്തിൽ റെഡ് കിങ്
എന്ന പേരിൽ ലിയോ അറിയപ്പെടുമ്പോൾ അവന്റെ വിരലുകൾ അപ്പോഴും തിരിഞ്ഞത് മുത്തശ്ശി കെട്ടിയ ആ പഴയ ചുവന്ന ചരടിന്റെ ഓർമ്മയായിരുന്നു. ജഡായുവിന്റെ ത്യാഗം പോലെ അവനും എന്തൊക്കെയോ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് ആ നിമിഷം ലിയോയ്ക്ക് അറിയില്ലായിരുന്നു. ലിയോ AD 2500 എന്ന ഈ അത്ഭുത സയൻസ് ഫിക്ഷൻ ഓഡിയോ സീരീസ് കേൾക്കാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് FM ആപ്പ്. പോക്കറ്റ് FM നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ നൗ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ.